ജീവിതത്തിന്റെ ഓരോ ദിനങ്ങളും കടന്നു പോകുമ്പോൾ തലക്കുമീതെ താങ്ങാനാകാത്ത വലിയ വലിയ പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടാകും. ഓരോ ദിവസങ്ങളിലും വലിയ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും നമ്മെ തേടിയെത്തുമ്പോൾ നമുക്കതെല്ലാം പരിഹരിക്കപ്പെടാൻ റബ്ബിന്റെ മുമ്പിൽ അതിനെ ഇറക്കി വെച്ച് അള്ളാഹുവിനോട് ചോദിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു പരിഹാര മാർഗമില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി ഉപകരിക്കുന്ന നമ്മുടെ ജീവിതത്തിലുള്ള ഏത് പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുന്ന 7 താജുകൾ ഉണ്ട്. താജുകൾ എന്ന് പറഞ്ഞാൽ അറിയില്ല, താജു സ്വലാത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതേപോലെ ദുആഇന്റെ കൂട്ടത്തിലെ തസ്ബീഹിന്റെ കൂട്ടത്തിലെ താജു ദുആ, താജു തസ്ബീഹ്, താജു ദിക്ർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്കൊക്കെ അറിയുന്നതാണ്. പക്ഷെ ഇതിന്റെ പേരുകൾ ഇത് തന്നെയാണോ? ഇങ്ങനെയും ഇതിന് പേരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയെങ്കിലും ഇതിന് പേരുണ്ട്, ഇങ്ങനെയും ഇതിന് പേരുണ്ട് എന്നൊക്കെ അറിയുന്നവരുണ്ടോ? ഇൻഷാ അല്ലാഹ് അതൊക്കെ ഒന്ന് എഴുതി അറിയിക്കണം കമന്റിൽ. ഈ 7 താജുകളും താജു സ്വലാത്തും കൂടെ എല്ലാ ദിവസവും പതിവാക്കാൻ ആരാണോ തയ്യാറുള്ളത്, ഒരുവിധം പ്രയാസങ്ങളും പ്രതിസന്ധികളും ആത്മാർത്ഥമായിട്ട് പതിവാക്കാൻ തീരുമാനിക്കുന്നവരാണോ രക്ഷപ്പെടുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതിന്റെ ഇപ്പോൾ ഇതിലെ ഡിസ്പ്ലേയിൽ ഞാനത് കൃത്യമായിട്ട് കാണിക്കും. പക്ഷെ അത് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒരുപാട് സ്ക്രീൻഷോട്ട് എടുക്കേണ്ടി വരും, വലുതാക്കി കാണിക്കുന്നുണ്ട്. ഇതിന്റെ ശരിക്കുള്ള ഇതിന്റെ ഇമേജ് ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാനത് അയച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തീരുമാനിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതല്ലേ നമ്മൾ ഇത്തരം വീഡിയോസുകളിലൂടെയൊക്കെ നമ്മൾ ഉപകാരം ശ്രദ്ധിക്കുന്നത്. നമ്മളിത് പറയും നമ്മൾ ലക്ഷ്യമാക്കുന്നത് കുറച്ച് ആളുകൾ ഇത് കാണാനുണ്ട് എന്നറിയുമ്പോൾ ഇത്തരം ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങളത് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങൾ ആ പകർത്തിയതിന്റെ ചൊല്ലിയതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതോടുകൂടെ നിങ്ങളിൽ നിന്നൊന്നും കുറയാതെ എനിക്കും നൽകുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് അറിയിച്ചു കൊടുത്താൽ അവരാ നന്മ ചെയ്യുമ്പോൾ മിൻ ഗൈരി അയ്യൻഖുസ്, അത് ഒട്ടും ആ ചൊല്ലിയ ആൾക്കോ ചെയ്ത ആൾക്കോ കുറയാതെ അതിന് പ്രചോദിതരായവർക്കും നൽകപ്പെടുമെന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ലക്ഷങ്ങൾ കടങ്ങളുള്ളവര്, പ്രയാസങ്ങളുള്ളവര്, ബുദ്ധിമുട്ടുകളുള്ളവര്, അവർക്കൊക്കെ ഇത് ജീവിതത്തിൽ പകർത്താൻ പറ്റും. എന്താണ് 7 താജുകൾ? 7 താജുകൾ എന്ന് പറഞ്ഞാൽ താജു ദുആ ഉണ്ട്, താജു തസ്ബീഹ് ഉണ്ട്, താജു തഹ്സീൻ ഉണ്ട്, താജു ദിക്ർ ഉണ്ട്, താജു റാഹത്തുൽ ബാൽ ഉണ്ട്, താജുൽ ഇസ്തിഗ്ഫാർ ഉണ്ട്, താജു തഫ്രീജുൽ ഖുറബ് ഉണ്ട്, അതേപോലെ തന്നെ താജു സ്വലാത്ത്. അത് കൂട്ടിയിട്ട് 8 എണ്ണാണ് താജുകള്. 7 താജുകളും താജു സ്വലാത്തും കൂടെ എല്ലാ ദിവസവും പതിവാക്കാൻ 10-20 മിനിറ്റ് ആവശ്യം ഉണ്ടാകില്ല എന്ന് മനസ്സിലാകുന്നത്. ഒരു 5 മിനിറ്റിനുള്ളിൽ ചൊല്ലി തീർക്കാൻ പറ്റും. ഈ 5 മിനിറ്റിൽ ചൊല്ലി തീർക്കാൻ പറ്റുന്ന ഈ 7 താജുകളും താജു സ്വലാത്തും നമുക്ക് പതിവാക്കിയാലോ? ഇന്ന് മുതൽ ഇത് പതിവാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നവരെ അറിയിക്കൂ. ഈ ദിക്റുകൾക്കൊക്കെ ഇങ്ങനെ താജ് കൂട്ടിയിട്ടുള്ളൊരു പേരുണ്ട് എന്നുള്ളത് അറിയുന്നവരുണ്ടെങ്കിൽ അതും അറിയിക്കൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മറുപടി കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് വീഡിയോസിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ഈ വരുന്ന ചൊവ്വാഴ്ചയാണ്. ആ ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് അതിന്റെ തൊട്ടു മുമ്പുള്ള ഞായറാഴ്ചയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ആ ഞായറാഴ്ച കറക്റ്റ് സമയം പാലിച്ച് ആ സമയത്തിന് തന്നെ ഫോൺ വിളിക്കണം എന്നറിയിക്കണം. അങ്ങനെ വിളിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് നമ്മൾ ടോക്കൺ ഇവിടെ ബുക്കിംഗ് എഴുതി വെക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഈ ചൊവ്വാഴ്ച വരാൻ ബുക്ക് ചെയ്യേണ്ടവർ വിളിക്കേണ്ട സമയം ഞായറാഴ്ച 10 മണിക്കാണ്. അതിന്റെ മുമ്പൊന്നും വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ അറിയിക്കുന്നത്. സമയം പാലിച്ച് മാത്രം വിളിക്കുക. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അറിയിക്കുകയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവർ പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്നവർക്ക് മതവും ഭൗതികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ മാതാപിതാക്കൾ ആരാണ്, ഉമ്മയാരാണ്, ഉപ്പയാരാണെന്ന് മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും. ഇതിനോടകം തന്നെ നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്.
വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട്. SSLC +2 തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിശ്വാസത്തോടു കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ്. നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും. നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കുക, അതൊക്കെ അല്ല അതിൻ്റെ ഒരു ടൈം എന്ന്. അല്ല, നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ്. മക്കളെ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ. 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേക്ക് നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദർസിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല. നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. ഇപ്പോഴത്തെ ഒരു കാലം അറിയാലോ, കള്ളിനും കഞ്ചാവിനും ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ ഖബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലിഹീങ്ങളായ മക്കളാവണമെന്നല്ലേ. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം. നമ്മൾ നിശ്ചിത ആളുകൾ ആദ്യമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വേഗം ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നമ്മൾ താജു ദുആ, താജു തസ്ബീഹ്, താജു തഫ്രീജുൽ ഖുറബ്, താജു തഹ്സീൻ, താജു സിക്ർ, താജു റാഹത്തുൽ ബാൽ, താജുൽ ഇസ്തിഗ്ഫാർ, ഇങ്ങനെ 7 എണ്ണം ഇൻഷാ അല്ലാഹ് 7 നമുക്ക് ചൊല്ലി നോക്കാം, പതിവാക്കാം. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ പതിവാക്കാം. അപ്പോൾ ഇത് ചൊല്ലാനായിട്ട് ഒരു സമയം പ്രത്യേകം കണ്ടെത്തുക. ഇത് എല്ലാ ദിവസവും സുബഹിക്ക് ശേഷം നമുക്ക് ചൊല്ലാവുന്നതാണ്. ഇത് ദിക്റാണ്, അതുകൊണ്ട് തന്നെ പീരിയഡ്സിന്റെ സമയത്തും ശുദ്ധിയില്ലാത്ത സമയങ്ങളിലൊക്കെ ചൊല്ലാം. അപ്പോ ഒന്നുകിലും സുബഹിക്ക് ശേഷം അല്ലെങ്കിൽ മഗ്രിബിന് ശേഷം ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷമൊക്കെ ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. ഇജാബത്തുള്ള മജ്ലിസായി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ട് താജു ദുആ ഞാൻ സ്ക്രീനിൽ മുഴുവനായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിച്ചത് കേട്ടോ. താജു ദുആ, താജു ദുആ എന്ന് പറഞ്ഞാൽ ദുആയിലുള്ള താജ്. നമ്മളിപ്പോ സ്വലാത്തിന്റെ താജ് എന്ന് പറയാറുണ്ടല്ലോ. സ്വലാത്തിലുള്ള താജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഏതിനെ പരിചയപ്പെടാറുള്ളത്? സ്വലാത്തുകൾ ഒരുപാടുണ്ട്. അതിൽ താജ് എന്ന് പറഞ്ഞാൽ എന്താ? കിരീടം, ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത്. അപ്പൊ താജ് കിരീടം അലങ്കരിക്കുന്നത് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഉന്നതമായ സ്ഥാനത്തുള്ളത്, അത്യുന്നതിയിലുള്ളത്. അപ്പോ സ്വലാത്തുകള്, എല്ലാ സ്വലാത്തുകളും കുറേയുണ്ട്. പക്ഷെ താജു സ്വലാത്ത് എന്ന് പറഞ്ഞിട്ട് പറയപ്പെടുന്ന സ്വലാത്ത് അതല്ലേ. അതേപോലെ നമുക്ക് എന്താ ദുആ, ഒരുപാട് ദുആകളുണ്ട് അല്ലെ. ഹദീസിൽ വന്ന ഒരുപാട് ദുആകളുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ദുആകളുണ്ട്. പക്ഷെ ദുആയിൽ വെച്ച് താജായിട്ടുള്ള ദുആ ഏതാണെന്നറിയോ? അത് ഈ ദുആ ആണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതാണ് താജു ദുആ. ഇത് പതിവാക്കാൻ അധികം സമയം വേണോ? താജു ദുആ. താജു ദുആ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് താജു ദിക്റാണ്. ദിക്ർ, ദിക്റുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും മഹത്തായ ദിക്ർ അതേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. നമ്മൾ ഹദ്ദാദ് റാത്തീബിൽ ഇതിന്റെ വേറെ രൂപം ചൊല്ലാറുണ്ട്. വിർദുൽ ലത്തീഫിൽ ഇങ്ങനെ തന്നെ ചൊല്ലാറുണ്ട് അല്ലേ. അപ്പൊ താജു ദുആ ഏതാണെന്ന് പഠിച്ചു, താജു ദിക്ർ ഏതാണെന്ന് പഠിച്ചു. എല്ലാവരോടും ഈ താജു സ്വലാത്തൊക്കെ ചൊല്ലുന്നവരോട് നിനക്ക് താജു തസ്ബീഹ് അറിയോ, താജു റാഹത്തുൽ ബാൽ അറിയോ, താജുൽ ഇസ്തിഗ്ഫാർ അറിയോ? അത് ചിലപ്പോൾ പറയായിരിക്കും സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. താജു തസ്ബീഹ് അറിയോ എന്നൊക്കെ ചോദിച്ചു നോക്കാം. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കലും കൂടെയാണല്ലോ. അപ്പൊ താജു ദിക്ർ അതാണ്. ഇനി താജു തസ്ബീഹ്, താജു തസ്ബീഹ് എന്ന് പറഞ്ഞാല് അതേതാ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി വറിളാ നഫ്സി വസിനത അർശി വമിദാദ കലിമാതി. കണ്ടാ?
സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി വറിളാ നഫ്സി വസിനത അർശി വമിദാദ കലിമാതി. ഇതാണ് താജു തസ്ബീഹ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. താജു റാഹത്തിൽ ബാൽ. റാഹത്തിൽ ബാൽ എന്ന് നമുക്ക് മനസ്സമാധാനത്തിന്, നമുക്ക് നല്ല ധൈര്യത്തിന്, നമുക്ക് നല്ല ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് പകർത്താൻ പറ്റുന്ന അതിവിശിഷ്ടമായ ദിക്റാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. അടുത്തത് താജു തഫ്രീജിൽ ഖുറബ്. താജു തഫ്രീജിൽ ഖുറബ്. തഫ്രീജിൽ ഖുറബ് എന്താ? നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു ദിക്റാണ് താജു തഫ്രീജിൽ ഖുറബ്. അതേതാ? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളതാണ്. അടുത്തത് താജുൽ ഇസ്തിഗ്ഫാർ. താജുൽ ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാല് ഇസ്തിഗ്ഫാറുകളുടെ കൂട്ടത്തിൽ ഉന്നതിയിലുള്ളത്. ഇതിന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നല്ല നമ്മൾ പറയാറുള്ളത്, ഇതിന് താജുൽ ഇസ്തിഗ്ഫാർ എന്ന പേരുണ്ട്. ഏതാണത്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി فاغفر لي فإنه لا يغفر الذنوب إلا أنت. താജുൽ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ പ്രഭാതത്തിൽ ചൊല്ലിയാൽ പ്രദോഷമാകുന്നതിനിടയിൽ മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പ്. വൈകുന്നേര സമയങ്ങളിൽ ചൊല്ലിയാൽ പ്രഭാതമാകുന്നതിനിടയ്ക്ക് മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എങ്ങനെ ചൊല്ലുക? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇതാണ് താജുൽ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അടുത്തത് താജു തഹ്സീൻ. നമുക്ക് കാവല് നൽകുന്ന, നമുക്ക് വലിയ രക്ഷ നൽകുന്ന വളരെ സവിശേഷമായ ദിക്ർ. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്നുള്ളത് നമ്മൾ ഹദ്ദാദ് റാത്തിബിൽ ചൊല്ലാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് മന്ത്രിക്കാൻ ഉപയോഗിക്കുന്നതാണ്. വലിയ വലിയ വിഷയങ്ങളിൽ നിന്ന് സലാമത്ത് ലഭിക്കാനും വളരെ ഫലങ്ങളുള്ള ഒരു ദിക്റാണ് ഈ ദിക്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കൂ, നിങ്ങൾ എത്ര താജുകൾ ഇവിടെ പറഞ്ഞു? 7 താജുകൾ പറഞ്ഞു. ഏതാണ് 7 താജുകൾ? താജു ദുആ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന എന്നുള്ളത്. താജു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ളത്. താജു തസ്ബീഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി എന്നുള്ളത്. അതേപോലെ തന്നെ താജു റാഹത്തിൽ ബാൽ, അതേതാ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ളത്. താജു തഫ്രീജുൽ ഖുറബ്, അതേതാ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളത്. താജുൽ ഇസ്തിഗ്ഫാർ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്നുള്ളത്. താജു തഹ്സീൻ, അതേതാ? ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി. ഇങ്ങനെ 7 താജുകൾ നമ്മൾ പറഞ്ഞു. ഈ 7 താജുകൾ ആ അർത്ഥത്തിൽ തന്നെ, ഇതിന്റെ ഈ ഒരു ഓർഡർ പ്രകാരമോ അല്ലാതെയോ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. ഇതിനൊക്കെ ഇങ്ങനെയും പേരുകളുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്ന വലിയ രക്ഷ ലഭിക്കും. എല്ലാ വിഷയങ്ങൾക്കും ഉള്ളത് ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അതാണ്, ഏത് വിഷയങ്ങൾക്കും ഉള്ളത് ഇതിലുണ്ട്. അപ്പോ ഇത് പതിവാക്കുമ്പോ നമ്മുടെ ഏത് പ്രശ്നങ്ങളും അതിൽ ഉൾക്കൊണ്ടു. ഒരാൾക്ക് കടണ്ടോ, ആ കട ഇതിൽ ഉൾക്കൊണ്ടു. ഒരാൾക്ക് രോഗമുണ്ടോ, ആ രോഗം മാറാനുള്ള ഇതിലുണ്ട്. അതേപോലെ തന്നെ ഒരാൾക്ക് വീടില്ലേ എന്ന് അതിനുള്ള ഇതിലുണ്ട്. ഒരാൾക്ക് വിവാഹം ശരിയാകുന്നില്ല, അതിനുള്ള ഇതിലുണ്ട്. അപ്പൊ ഇത് പതിവാക്കി കഴിഞ്ഞാല് വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇപ്പൊ താജു തഹ്സീൻ നമ്മളിവിടെ പരിചയപ്പെടുത്തിയ താജു തഹ്സീൻ ഉണ്ടല്ലോ. താജു തഹ്സീൻ ഏതാ? താജു തഹ്സീൻ എന്നുള്ളത് ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യളുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം.
ഇതിങ്ങനെ അക്ഷരശുദ്ധിയോടുകൂടെ ചെല്ലണം. സ്പീഡ് ചെല്ലുമ്പോൾ തെറ്റിപ്പോവും. അപ്പൊ ഇങ്ങനെ നിർത്തി ചെല്ലിയാൽ മതി. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർള് വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതാണ് താജ് തഹ്സീൻ. ഇതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. മഹാനരായ അബൂദർദാ റളിയല്ലാഹു അൻഹു, അവരുടെ അടിമ, ആ അടിമ സ്ത്രീ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന് വിഷം കൊടുത്തു. എത്ര ദിവസം വിഷം കൊടുത്തു? 40 ദിവസം തുടർച്ചയായി വിഷം കൊടുത്തു. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ അവിടുത്തെ അടിമ സ്ത്രീ 40 ദിവസം തുടർച്ചയായി വിഷം കൊടുത്തിട്ട് ആ വിഷം ഏൽക്കുന്നില്ല അബൂദർദായിന്. അപ്പോ മഹാനരായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട് ഈ സ്ത്രീ ചോദിക്കുകയാണ്, നിങ്ങളൊരു മനുഷ്യനാണോ എന്ന് ചോദിക്കുകയാണ്. അങ്ങൊരു മനുഷ്യനാണോ എന്ന് ചോദിക്കണം. അപ്പോ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, അതെ ഞാനൊരു മനുഷ്യനാണ്. ഞാൻ മനുഷ്യനാണ്. മിസ്ലുക, നിന്നെപ്പോലെ, മിസ്ലുക്, നിന്നെപ്പോലെ ഞാനൊരു മനുഷ്യനാണെന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ അബൂദർദായിനോട് ചോദിക്കാണ്, കൈഫ തകൂനു ആദമിയൻ, എങ്ങനെയാണ് അങ്ങൊരു മനുഷ്യനാകുക? ഫഖദ് അത്അംതുക സുമ്മ 40 യൗമൻ, 40 ദിവസം ഞാൻ അങ്ങേക്ക് വിഷം നൽകിയിട്ട് ഫമാ ലറക, അങ്ങയുടെ ശരീരത്തിനെ ഒന്നും ബാധിച്ചില്ല. പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യനാണെന്ന് പറയുക? മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കേണ്ടെന്ന്. അപ്പോ അബൂദർദാ പറയുകയാണ് റളിയല്ലാഹു അൻഹു, അമാലിംതി, നീ എന്താ വിചാരിച്ചത്? അന്നദാകിരീന ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ദിക്ർ ചെയ്യുന്ന ആളുകള്, അവർക്ക് ആ നാക്കിലൂടെ കഴിക്കുന്നത് അവരുടെ ശരീരത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അപ്പോ ആ സ്ത്രീ അത്ഭുത പരതന്ത്രയായി ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങ് ചൊല്ലുന്ന ആ ദിക്ർ ഏതാണെന്ന്? അപ്പൊ പറയാണ്, എന്റെ ശരീരത്തിന് 40 ദിവസം തുടർച്ചയായിട്ട് വിഷം നൽകിയിട്ടും എന്റെ ശരീരത്തിന് ബാധിക്കാതിരിക്കാൻ കാരണമായ ദിക്ർ അത് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്ന് പറയുന്ന ദിക്റാണെന്ന്. സുബ്ഹാനല്ലാഹ്. അതങ്ങനെ അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമുക്ക് ചൊല്ലാൻ സാധിച്ചിട്ടുണ്ടാ? അങ്ങനെ ചൊല്ലണത്. അപ്പൊ അതിന് വലിയ ഫലങ്ങൾ ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. അപ്പൊ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കാം. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഓരോ ദിക്ർ. അപ്പൊ ഇതിൽ പറയപ്പെട്ട ഓരോ ദിക്റുകളും അത്രമേൽ മഹത്തുള്ളതാണ്. ഞാനിപ്പോ ഈ സംഭവം പറയുന്നതിന്റെ ഇടയ്ക്ക് പുറത്താരോ വന്നിട്ട് വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ ഇങ്ങനെ ശ്രദ്ധ ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ പറയുന്നതിലൊരു ലാഗ് വന്നിട്ടുണ്ട്. അതൊന്ന് ശരിയായിട്ട് കേട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ്, അപ്പൊ അതാണ് ആ ദിക്ർ. മനസ്സിലായല്ലോ? നമ്മളിങ്ങനെ ഓരോ വിഷയം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് ഇന്നതൊക്കെ പറയണം എന്നൊരു ഐഡിയയില വരാം. അല്ലാതെ എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇന്നതൊക്കെ ഒന്ന് പറയണം, ഉൾപ്പെടുത്തണം എന്ന് കരുതിയിട്ട് വരും. അപ്പൊ നമ്മൾ ആ ഒരു ഇതിലിങ്ങനെ പോയിരിക്കും. പോകുന്നതിന്റെ ഇടയിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു നമ്മുടെ കോൺസെൻട്രേഷൻ തെറ്റിന് എന്തെങ്കിലും പുറത്ത് നടക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോകും. ഏതൊരു വണ്ടി വന്നാരോ നിർത്തി ഒന്ന് വിളിക്കുകയൊക്കെ ചെയ്തപ്പോൾ ശ്രദ്ധ ഒന്ന് പാടി പോയിട്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോ 7 താജുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ തന്നെ താജു സ്വലാത്ത് എന്ന് പറയുന്ന സ്വലാത്ത്, നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്കും താജു സ്വലാത്ത് കാണാതെ അറിയുന്നവരായിരിക്കും. ആ താജു സ്വലാത്ത് അതും പകർത്തുക. അപ്പൊ എല്ലാം ഒരു ദിവസം പതിവാക്കാൻ നമുക്ക് 5 മിനിറ്റ് ആവശ്യം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 5 മിനിറ്റിൽ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞ 7 താജുകളും മഹത്തായ താജു സ്വലാത്ത് നമുക്ക് ഓരോ ദിവസവും പതിവാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് താജു സ്വലാത്തും കൂടെ നമ്മളിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കിയിട്ട് അക്ഷരത്തെറ്റ് കൂടാതെ അത് ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. اللهم صل على سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى
مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم صاحب الجود والكرم والله أعصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وصيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وآله وأصحابه وسلموا تسليما إن شاء الله. അപ്പോൾ നമ്മൾ എത്ര സ്വലാത്തുകൾ, ഒറ്റ സ്വലാത്താണ് താജുസ്വലാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരൊറ്റ ദിക്റാണ് താജു ദിക്ർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരൊറ്റ തസ്ബീഹാണ് താജു തസ്ബീഹ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഈ സ്വലാത്തുകളും ഈ താജുകൾ, 7 താജുകളും 1 താജു സ്വലാത്തും എല്ലാ ദിവസവും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അപ്പോ നമുക്ക് സ്വലാത്തുകളൊക്കെ ചൊല്ലിയാലുള്ള ഗുണങ്ങളും പ്രയോജനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നറിയോ? മഹാന്മാരൊക്കെ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാപണ്ഡിതന്മാർ, വലിയ വലിയ മഹാന്മാര്, അവര് സ്വലാത്ത് ചൊല്ലിയാലുള്ള നേട്ടങ്ങൾ കൃത്യമായി എന്നെ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമത്തെ പറയുന്നതായിട്ട് കാണാം, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്നു. ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്തും സലാമും ചൊല്ലാൻ, വർഷിപ്പിക്കാൻ, ചെയ്യാൻ സത്യവിശ്വാസികളോട് അള്ളാഹു ഖുർആനിലൂടെ ആജ്ഞാപിക്കുന്നുണ്ടില്ലേ? സൂറത്തുൽ അഹ്സാബിൽ 56-ാമത്തെ ആയത്ത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും ഹബീബായ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വലാത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോ സത്യവിശ്വാസികളും ഹബീബായ തങ്ങളുടെ മേലിലെ സ്വലാത്തുകളും സലാമുകളും ചെയ്യണമെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്ന കൽപ്പന അനുസരിക്കലാകും. ഒന്നാമത് അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം. രണ്ടാമത് ഹബീബായ തങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അള്ളാഹു ചെയ്യുന്ന ഒരു വിഷയത്തിൽ നാമും പങ്കാളികളാകുന്നു. അങ്ങനെ അള്ളാഹ് ചെയ്യുന്നത് നമ്മളും ചെയ്യണം. അള്ളാഹ് സ്വലാത്ത് ചെയ്യുന്നുണ്ട്, നമ്മളും സ്വലാത്ത് ചെയ്യണം. അല്ലേ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂൻ. അല്ലാഹു മലക്കുകളും സ്വലാത്ത് ചെല്ലുന്നുണ്ട്, അതുകൊണ്ട് സ്വലാത്ത് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും സ്വലാത്ത് ചെയ്യാം. അതെന്നാണ്? അപ്പൊ അള്ളാഹു ചെയ്യുന്ന ഒരു പ്രവൃത്തിയില് നമ്മള്, അള്ളാഹു നിർവഹിക്കുന്ന ഒരു കാര്യത്തില് നമ്മൾ പങ്കാളിയാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ സ്വലാത്ത് മുത്തുനബി തങ്ങളുടെ മേലിലുള്ള ദുആവും തേട്ടവുമാണ്. അള്ളാഹു ഹബീബായ തങ്ങളുടെ മേലിൽ സ്വലാത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞാല് ഹബീബായ തങ്ങളെ പ്രകീർത്തിക്കലും മഹത്വപ്പെടുത്തലും ഗുണം ചെയ്യലൊക്കെയാണ്. അപ്പോ നമ്മളും സ്വലാത്തിൽ അള്ളാഹുവിനോട് പങ്കാളികളാകുന്നു. മലക്കുകളും നിർവഹിക്കുന്ന ഒരു വിഷയമാണ് ഹബീബായ തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത്. അതിനാൽ മലക്കുകൾ നിർവഹിക്കുന്ന ഒരു വിഷയത്തിൽ നമ്മൾ യോജിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ എന്തെല്ലാം വന്നു? അള്ളാഹു ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ യോജിക്കുന്നു, മലക്കുകൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ യോജിക്കുന്നു, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കുന്ന രൂപത്തിലേക്ക് എത്തുന്നു.
അടുത്ത സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അള്ളാഹുവിൽ നിന്ന് 10 അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. 10 അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ 10 ഗുണങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഒരു സ്വലാത്ത് ചൊല്ലുന്നവൻ അള്ളാഹു 10 സ്ഥാനങ്ങൾ ഉയർത്തുന്നു. ഒരു സ്വലാത്ത് ചൊല്ലുന്നവന് 10 നന്മകൾ രേഖപ്പെടുത്തുന്നു. ഒരു സ്വലാത്ത് ചൊല്ലുന്നവന് 10 പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അപ്പോ ഇതൊക്കെ ഹദീസിൽ വന്ന അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഏതൊരു പ്രാർത്ഥനയുടെയും ദുആഇന്റെയും കൂടെ സ്വലാത്ത് ചൊല്ലിയാൽ ആ ദുആ സ്വീകരിക്കപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ എപ്പോഴും സ്വലാത്തുൽ ഫാത്തിഹ ഒക്കെ ചൊല്ലിയിട്ട് ദുആ ചെയ്യുന്നത്. അപ്പോ ആ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കാരണമാകും. ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കാൻ കാരണമാകും. ഒരാളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കാൻ സ്വലാത്ത് കാരണമാകുന്നു എന്നുള്ളതാണ്. സ്വലാത്ത് ചൊല്ലുന്നത് ഹബീബായ തങ്ങളോട് അടുക്കാൻ കാരണമാകും. അത് മുത്തനബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നെ നാളെ മഹ്ശറിലെ ഖിയാമത്ത് നാളിലെ പരലോകത്ത് വെച്ച് എന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പുണ്ടാവാരാ, അവരെന്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയാൽ അങ്ങനെ നേട്ടമുണ്ട്. അതേപോലെ തന്നെ സ്വലാത്ത് ഒരു ധർമ്മത്തിന്റെയും ദാനത്തിന്റെയും സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഹബീബായ തങ്ങളുടെ അടുത്ത് സമീപസ്ഥനാകാൻ, അവിടുത്തെ മുറാഫഖത്ത് ലഭിക്കാൻ സ്വലാത്ത് കാരണമാകുന്നു. ആവശ്യ പൂർത്തീകരണത്തിന് സ്വലാത്ത് വലിയ ഉപകാരം ചെയ്യും. സ്വലാത്ത് ചൊല്ലുന്നവന്റെ മേൽ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വലാത്ത് ചൊല്ലുന്നവന്റെ ആത്മസംസ്കരണത്തിനും പരിശുദ്ധിക്കും അത് കാരണമാകുന്നു. സ്വലാത്ത് ചൊല്ലുന്നവന് മരണത്തിനു മുമ്പ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത ലഭിക്കുവാൻ കാരണമാകാറുണ്ട്. അതൊക്കെ ചില മഹാന്മാരുടെ അനുഭവങ്ങളിൽ നിന്ന്. സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരെ മരണപ്പെടുന്ന സമയത്ത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കാനും മുത്തുനബി തങ്ങള് ആ സമയത്ത് വരാനും ഒക്കെ കാരണമാകുന്നുള്ളതാണ്. അന്ത്യനാളിലെ ഭയാനക ഭീകരതകളിൽ നിന്ന് രക്ഷ നേടുവാൻ സ്വലാത്ത് കാരണമാകുന്നു. ഹബീബായ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് സലാം ചെല്ലുന്നവരുടെ മേൽ ഹബീബായ തങ്ങൾ സലാം അടക്കുവാൻ കാരണമായി തീരുന്നു. ആര് സ്വലാത്തുകളും സലാമുകളും സമർപ്പിക്കുന്നു അതൊക്കെ മുത്തുനബി തങ്ങൾ അവിടെ നിന്ന് മടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരുപാട് നന്മകള് സ്വലാത്ത് ജീവിതത്തിൽ പകർത്തുന്നവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ ഈ 7 താജുകളും ഈ താജു സ്വലാത്തും എല്ലാ ദിവസവും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇത് നമ്മുടെ ഒട്ടുമിക്ക വിഷയങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ദിക്റുകൾ ഈ കൂട്ടത്തിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ അതിലൊക്കെ പങ്കെടുക്കുക. അതിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. നമ്മൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ, സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ, സ്വലാത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ, സ്വലാത്തുൽ നാരിയ ചൊല്ലുമ്പോൾ, സ്വലാത്തുൽ തിബ്ബ് ചൊല്ലുമ്പോഴൊക്കെ പ്രത്യേകം നിയ്യത്ത് വെച്ച് ദുആ ചെയ്യുമ്പോൾ, ആ ദുആയിൽ ആയിരങ്ങൾ ആമീൻ പറയുമ്പോൾ അതിനൊക്കെ ഇജാബത്ത് കിട്ടാനൊക്കെ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇജാബത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നേരിട്ട് കാണാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ആ ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. ആ 10 മണിക്ക് വിളിക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ബുക്കിംഗ് ഫുൾ ആവുന്നത് കൊണ്ട് നേരത്തെ വിളിക്കുന്നവർക്കാണ് ലഭിക്കുക. അതുകൊണ്ട് സമയം പാലിച്ച് നേരത്തെ തന്നെ വിളിക്കുക. 10 മണിന്റെ മുൻപിൽ നമ്മൾ ലൈവിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അപ്പോൾ വിളിച്ചാൽ കിട്ടലുണ്ടാവില്ല. ഞായറാഴ്ച 10 മണിക്ക് മാത്രം വിളിക്കുക. 10 മണി ഒരു വളരെ പെട്ടെന്ന് ബുക്കിംഗ് ആവുന്നതുകൊണ്ട് നേരത്തെ ദൂരമുള്ളവരൊക്കെ വിളിക്കുക. ഇൻഷാ അല്ലാഹ് ബുക്കിംഗ് ഇല്ലാതെ ആരെയും അനുവദിക്കാത്തത്, നമുക്ക് ബുക്കിംഗ് എടുത്തവരെ പോലും നോക്കാൻ സമയമില്ലാത്ത അത്രയും തിരക്കുണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന സകല പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് വലിയ രക്ഷയും സന്തോഷവും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകട്ടെ. വിഷമങ്ങളെല്ലാം അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആകളിൽ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചതിലൊക്കെ നമ്മൾ മജ്ലിസുകളിലൊക്കെ വെച്ച് ദുആ ചെയ്യാറുണ്ട് ഇൻഷാ അല്ലാഹ്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.